ഇത് പണി കൊടുത്തതാണ്, കരുതിക്കൂട്ടി പണി കൊടുത്തതാണ്. ജി ടി കൃത്യമായിട്ട് മുംബൈ ഇന്ത്യൻസിനെ മനസ്സിലാക്കി മുംബൈയുടെ എല്ലാ പ്ലാനുകളും തകർത്തെറിഞ്ഞു, വിജയിച്ച് കയറി. 36 റൺസിൻ്റെ തോൽവി. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ തോൽവി തുടർക്കഥയാക്കുകയാണോ എന്നൊരാശങ്ക ആരാധകർക്ക് ഇല്ലാതില്ല. നായകൻ ഹാർദിക് പാണ്ഡ്യ മടങ്ങിയെത്തിയിട്ടും ടീമിന് വിജയിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ബൂംറയുടെ വരവിനായിട്ട് അവർ കാത്തിരിക്കുന്നു. രോഹിത് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ഡക്കായിരുന്നു ആദ്യ മത്സരത്തിലെങ്കിൽ ഈ കളിയിൽ 8 റൺസ്. സിറാജിൻ്റെ ഒരു സൂപ്പർ ഡെലിവറിയിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു. സൂര്യയും തിലകുമൊക്കെ ശ്രമിച്ചു. തിലക് ആദ്യം ഒന്നടിച്ചെങ്കിലും പിന്നെ സ്ലോ ആയി. സൂര്യ ഹാർദിക് ഒരു ഭാഗത്ത് എത്ര ബോൾ നിന്ന് ആ മൊമെൻറ്റം മൊത്തം അങ്ങ് നശിപ്പിച്ചപ്പോൾ സൂര്യ അതൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹവും പുറത്തായി. അങ്ങനെ വലിയ തിരിച്ചടി തോൽവി ഏറ്റുവാങ്ങി. ജി ടി ആവട്ടെ ഇതെല്ലാം കണക്ക് കൂട്ടി ചെയ്തതാണ്. അവർ വെച്ച കെണിയിൽ MI ചെന്ന് ചാടി. അതിന് മുമ്പത്തെ കളിയിൽ അതേ പിച്ചിൽ, അതേ ഗ്രൗണ്ടിൽ, അതേ പിച്ചല്ല, അതേ ഗ്രൗണ്ടിൽ 2 ടീമും 200 അടിച്ച് പോയത് നമ്മൾ കണ്ടു. PBKസും ജി ടിയും തമ്മിലുള്ള കളിയിൽ. അങ്ങനെ റണ്ണൊഴുകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തെറ്റി. ഇവിടെ പിച്ച് മാറ്റി ബ്ലാക്ക് സോയിൽ പിച്ച് വെച്ചു. അത് കൃത്യമായിട്ട് പാർത്ഥിവ് പട്ടേൽ കളിക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ കളിക്ക് ബ്ലാക്ക് സോയിൽ പിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തത് തന്നെയാണ് എന്ന്. പിച്ച് സ്ലോ ആയിരുന്നു. മനോഹരമായിട്ട് അത് ഉപയോഗപ്പെടുത്തി ജി ടിയുടെ ബൗളർമാർ, എസ്പെഷ്യലി പ്രസിദ്ധ് കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ സ്ലോ ബോളുകളിൽ പണി കിട്ടി. സ്പിന്നർമാരുടെ ബോളും അതുപോലെ പേസർമാർ സ്ലോ എറിയുന്നതും ക്ലിപ്പ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മുംബൈ ഇന്ത്യൻസിന് പണി വാളുകയായിരുന്നു. എന്തായാലും കൈയടിക്കണം ജി ടിക്ക്. അവരിതെല്ലാം കണക്ക് കൂട്ടിയെടുത്തതാണ്. അതിൻ്റെ റിസൾട്ടാണത്. സായി സുദർശനും ഗില്ലും ചേർന്നുള്ള കിടിലൻ തുടക്കം. പിന്നാലെ വന്ന് ജോസ് ബട്ട്ലർ അതേ വേഗത്തിൽ അടിച്ചുപോയത്. അതുമാത്രം മതിയായിരുന്നു അവർക്ക് വിജയത്തിലേക്ക് എത്താനുള്ള സ്കോർ കൊടുക്കാൻ. പിന്നെ ബാക്കി കാര്യങ്ങൾ ബൗളർമാർ അങ്ങ് ഏറ്റെടുത്തു. പവർ പ്ലേയിൽ മിന്നിക്കത്തിയ മുഹമ്മദ് സിറാജ്, അതുപോലെ എറിഞ്ഞിട്ട പ്രസിദ്ധ് കൃഷ്ണ, എല്ലാവരും ചേർന്നുകൊണ്ട് ജി ടിക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിനെ ഇനിയും കാര്യങ്ങൾ ട്രാക്കിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.